കൊങ്കൺ റെയിൽപാതയിലൂടെ ഓടുന്ന സദേൺ റെയിൽവേ ട്രെയിനുകൾക്ക് ഇന്നു മുതൽ 20 വരെ പുതിയ സമയക്രമം. മൺസൂൺ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് നിയന്ത്രണങ്ങൾ. യാത്രാ ദുരിതം ഉണ്ടാക്കാത്ത വിധത്തിൽ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ കൊങ്കൺ റെയിൽപാതയിലൂടെ ഓടുന്ന സദേൺ റെയിൽവേ ട്രെയിനുകൾക്കാണ് ഇന്നു മുതൽ 20 വരെ പുതിയ സമയക്രമം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ദേവിക, ഈ മഴക്കാലമാണ്, മൺസൂണാണ്, അതുകൊണ്ട് തന്നെ അപകടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇനിയുള്ള ഈ പറയുന്ന 16 ഇന്നു മുതൽ 20-ാം തീയതി വരെ മൺസൂൺ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കൊങ്കൺ റെയിൽവേയിലൂടെ ഓടുന്ന സദേൺ റെയിൽവേയുടെ ട്രെയിനുകൾക്ക് ഒരു പുതിയ സമയക്രമം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ട്രെയിനുകൾക്ക് ഈ സമയമാറ്റം ഇന്നു മുതൽ ബാധകമാണ്. അതിൽ പ്രധാനപ്പെട്ട ചില ട്രെയിനുകളും അവയുടെ സമയമാറ്റവും നമുക്കൊന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്നു മുതൽ തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ്. അത് ഉച്ചയ്ക്ക് 2:40 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6:25 എറണാകുളം സൗത്തിൽ എത്തുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി രാവിലെ 9:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:10 എറണാകുളം സൗത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം. അതുപോലെ തന്നെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന സമ്പർക്ക് ക്രാന്തി, അമൃത്സർ, ഋഷികേശ് തുടങ്ങിയ ട്രെയിനുകൾ രാവിലെ 4:50 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് 9:35 എറണാകുളം സൗത്തിലെത്തുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗാന്ധിധാം, തിരുനെൽവേലി, ഹംസഫർ ട്രെയിനുകൾ ചൊവ്വാഴ്ച എറണാകുളം സൗത്തിൽ വൈകിട്ട് 6:10 എത്തും. അത് തിരുവനന്തപുരത്ത് രാത്രി 11:05 എത്തുന്നത്. അതോടൊപ്പം തന്നെ നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് അത് ഞായറാഴ്ചകളിലാണ്. എറണാകുളം സൗത്തിൽ വൈകിട്ട് 6:10 തിരുവനന്തപുരത്ത് രാത്രി 11:05 എത്തുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനുകളുടെ സമയമാറ്റം. നിരവധി ട്രെയിനുകൾക്ക് ഈ രീതിയിലുള്ള സമയമാറ്റമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഈ മൺസൂണാണ്. അതുകൊണ്ട് തന്നെ ഈ വേഗതയൊക്കെ പലയിടത്തും ക്രമീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലതാമസം ഉണ്ടാകാതെ, കൂടുതൽ സമയമെടുക്കാതെ ട്രെയിനുകൾ പരമാവധി ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ്. കാരണം പലയിടത്തും മണ്ണിടിഞ്ഞുമൊക്കെയുള്ള ഈ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഇനിയുള്ള നാളുകളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ പുതിയൊരു സമയക്രമീകരണത്തിലേക്ക്, അത് 20-ാം തീയതി വരെയാണെങ്കിലും റെയിൽവേ പോയിരിക്കുന്നത്. അതിനുശേഷമുള്ള സാഹചര്യം വിലയിരുത്തി വീണ്ടും ഈ സമയക്രമീകരണം തുടരണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇല്ല എങ്കിൽ പഴയ രീതിയിൽ ട്രെയിനുകളുടെ സമയക്രമീകരണം അത് പുനഃക്രമീകരിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ദേവിക. ശരി.